ഇപ്പം ഈ നദിയ മൊയ്തുവിന് ശബ്ദം കൊടുക്കുന്ന ഒരാള് എന്ന് എനിക്കൊരു നല്ല ആക്സെപ്റ്റൻസ് എനിക്ക് ഉണ്ടായിരുന്നു. നോക്കത്താ ദൂരത്തിന്റെ ഹിറ്റും അവിടുന്ന് അങ്ങോട്ട് നദിയ മൊയ്തു അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമ വന്നു കണ്ടു കീഴടക്കി, പിന്നെ എന്താ അന്ന് ഇങ്ങനെ കുറേ പേരുള്ള ഒരു നോക്ക് കാണാൻ ഒന്നിങ്ങ് വന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ഇങ്ങനെ, രേവതി, ഇവർക്കൊക്കെ. അപ്പം എല്ലാം വളരെ ദുഃഖമുള്ള ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്കാണ് ഭയങ്കര സ്മാർട്ടായിട്ടൊരു പെൺകുട്ടി വരുന്നത്, വളരെ അൾട്രാ മോഡേൺ ആയിട്ടൊക്കെ. അപ്പം അവരാണ് എനിക്ക് തോന്നുന്നു, അവരും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഷോട്ടിൽ അടുക്കളയിൽ വരുന്നു, വന്നു കണ്ടു ഇടയ്ക്ക് ചാടിയ പ്ലാറ്റ്ഫോം മറ്റേ ഇതിൽ കയറിയിരിക്കുന്നു, അടുക്കളയുടെ ഇതിൽ കയറി ഇങ്ങനെ ചാടി കയറിയിരിക്കുമല്ലോ. അപ്പൊ അതെല്ലാം ജോഷേട്ടൻ ഡബ്ബിംഗ് തിയേറ്ററിൽ ഒരിക്കലും ഉണ്ടാവാറേ ഇല്ല, അസോസിയേറ്റ്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എനിക്കൊരു ആപ്പിൾ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ വാങ്ങി തരാമല്ലോ. അങ്ങനെ ആ ആപ്പിൾ എടുത്തിട്ട് കടിച്ചുകൊണ്ട് ഡബ് ചെയ്തപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് ഞാനാണ് അങ്ങനെ ഒരു ട്രയൽ നടത്തിയത്. അത് പിന്നീട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് ഞാൻ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ പിന്നെ പല ഡബ്ബിങ് ആർട്സുകൾ, അത് ഊണ് കഴിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വട ഇങ്ങനെ പിച്ചിട്ടിട്ട് വട കഴിക്കും. കാരണം ഇത് കർമുറുന്നാവാനും പാടില്ല, ചോറുണ്ണുന്ന എഫക്റ്റ് വേണം എന്തായാലും. അപ്പം അതുകൊണ്ട് പേപ്പർ കുതിർത്ത് കഴിക്കുക, പേപ്പർ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാലേ ഇത് ചോറ് പോലെ ചവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ രാവിലെ 9 മണിക്കാണെങ്കിൽ ചോറൊന്നും കിട്ടില്ല, വടയൊന്നും കിട്ടില്ല. അപ്പം കുറച്ച് പേപ്പർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ച് വെച്ചിട്ട് അതിങ്ങനെ വായലിട്ടുകൊണ്ട് ഡയലോഗ് പറയുക. ഇങ്ങനെ കുറേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം സംഭവിച്ച പോലെ